ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസൊന്നും ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് കയറിയിട്ട് നോക്കുക. വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ആയാൽ പിന്നെ ബീഫ് നിർബന്ധമാണല്ലോ. അങ്ങനെ ഇതേക്ക് കുറച്ച് ബീഫ് വാങ്ങിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാട്ടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒരു ഉള്ളി ഒരു തക്കാളിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചതയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, പിന്നെ പുതിനയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചതയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതായിട്ട് തയ്യാറാക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിയും പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഉണക്കിയ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് ചതച്ച് കിട്ടിയാൽ മതി. എങ്കിലേ നമുക്കത് ബീഫ് ഫ്രൈ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്കുള്ളൊരു കടിക്കാൻ പറ്റുന്ന കോലത്തിലാവുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാനെന്താ ബീഫ് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ഒരു 5-6 പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ കഴുകിയിട്ട് ഞാനത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലിട്ടിട്ട് വാർത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം അത്യാവശ്യമായിട്ട് നമ്മൾ കഴുകി കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ കൂടിയിട്ടും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് കുറേയൊക്കെ വെള്ളം വാർന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ അതേ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യത്തെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്കാട്ടോ ഞാൻ ഈ ഇറച്ചി ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പിന്നീട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3-4 കുരുവോളം വരുന്ന പുളിയാണ്. പുളി ചേർത്ത് കൊടുത്താൽ ബീഫ് ഫ്രൈക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഒരു നുള്ള് പെരുംജീരകം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഞങ്ങളുടെ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് പാകമായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേ അടുപ്പത്ത് വെച്ചിട്ട് ഞാനത് കത്തിച്ച് കൊടുക്കുകയാണ്. ഒരു 5-6 വിസിൽ എന്നുള്ള കണക്കിലാട്ട് ഞാനിത് വെക്കുന്നത്. ചെറിയ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 വിസിലുകൊണ്ട് തന്നെ ആയി കിട്ടും. മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേവാകുന്നവരെ ഒരു വിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്കൊരു 6 വിസിലായപ്പോഴേക്കും ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പൊക്കെ തുറന്നിട്ട് ഞാനത് ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണ എല്ലായിടത്തും ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പച്ചക്കറികളൊന്നും അടിയിൽ പിടിക്കില്ല കേട്ടോ അധികം. എന്നിട്ട് ഞാനത് വെളിച്ചെണ്ണ ചൂടായ സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് പെരുംജീരകം കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച തേങ്ങയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, നമ്മൾ ചുവന്നുള്ളി എന്നൊക്കെ പറയും, അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വാടി കിട്ടാനുള്ള ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കൊന്ന് പാറ്റി കൊടുക്കാം. അതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 4 ഏലക്കായും ഒരു ചെറിയ കുഞ്ഞു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയും കൂടെ അതിലേക്ക് കോരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള ബാക്കി വെള്ളം കൂടെ ഒന്ന് വറ്റിയിട്ട് അത് കുറുകി വരണം കേട്ടോ. അപ്പോഴേ നമ്മൾ അതിൻ്റെ പാകമായിട്ട് കിട്ടുള്ളൂ കേട്ടോ ബീഫ് ഫ്രൈൻ്റെ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഒരു കുറച്ച് സമയം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വരെ നമുക്കതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇറച്ചി തന്നെ വേറിട്ട് കിട്ടുന്നൊരു പാകമാണ് കേട്ടോ നമുക്ക് ആവേണ്ടത്. അങ്ങനെ ഇത് എൻ്റെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ തന്നെയാണിത്. പിന്നെ നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ വേണമെങ്കിലും നമുക്ക് പറയാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൊറാട്ടയോ അതുപോലെ തന്നെ പുട്ട്, നെയ്ച്ചോറ് എന്നിങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ വെറുതെ കോരി കഴിക്കാമെന്ന് പറഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് ചിലപ്പം ബാക്കി വരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് അതിൽ കപ്പ ബിരിയാണി ആക്കിയിട്ട് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എത്രയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ എല്ലാവരും.